എന്നാണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മോട് സംസാരിക്കുന്ന 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലൂടെയാണ്. ആയതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താണിരിക്കുവിൻ. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വചനം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ഉദാഹരണം, കാരണം ഞാൻ ഓർത്തു നമ്മുടെ ഇവിടെ ഇപ്പം ഞാൻ ഈ നാട്ടിൽ ഞാൻ ഓർത്തു സമ്മറിൽ മാത്രമാണ് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞാൻ വിൻ്റർ പിന്നെ അങ്ങനെ ഗാർഡനിലേക്ക് ഇറങ്ങാറില്ല. കാരണം ഉള്ളിലെ ഇൻറ്റീരിയർ പ്ലാന്റ്സൊക്കെ ഇരിക്കുന്നതൊക്കെ കുറച്ചൊക്കെ നോക്കും. മടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ, കാലാവസ്ഥയും തണുപ്പൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ചുമ്മാ കിച്ചണിലെ കൂടെ പുറത്തോട്ട് നോക്കിയപ്പം സമ്മറിൽ കാണാത്ത പല ചെടികളും വിൻ്ററിൽ പൂവൊക്കെ ഇട്ട് തളർത്ത് മുട്ടൊക്കെ ഇട്ട് നിൽക്കുക. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അതെന്താ അങ്ങനെ, കൊള്ളാലോ, കാരണം ഞാൻ സമ്മറിൽ ഇവയൊന്നും കായ്ക്കത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ പറിച്ച് കളയണം എന്ന് വിചാരിച്ചിരുന്ന ഈ സ്നോ ഡ്രോപ്സും കുറേ കുറേ സാധനങ്ങളൊക്കെ നല്ല രസമായിട്ട് കുഞ്ഞു പൂക്കളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം ഈശോ എന്നോട് പെട്ടെന്ന് ഈ ഒരു വചനം തന്നിട്ട് പറഞ്ഞു, നീ കണ്ട തക്ക സമയമുണ്ട് ഓരോന്നിനിപ്പം. സമ്മറിൽ ഫലം പുറപ്പെടുവിക്കുന്ന ചെടികൾ വേറെ, വിൻ്ററിൽ അതിന് വേറെ ചെടികളുണ്ട്, അതിന് പ്രത്യേക സമയമുണ്ട്, അവ സമ്മറിൽ ഉണ്ടാവത്തില്ല. അപ്പം ഓരോന്നിനും അതിൻ്റെ സമയമുണ്ട്. അപ്പം അതെനിക്ക് വളരെ കണക്റ്റായി, വളരെ ഇഷ്ടമായി. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലതിനു വേണ്ടി പലപ്പോഴും ശ്രമിച്ചാലും ഒരു സമയമുണ്ട്. ആ സമയത്താണ് അത് എന്താവത്തുള്ളൂ, കറക്റ്റായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകത്തുള്ളൂ. നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് ഇത്രയും പള്ളിയിൽ പോയി എന്നെയെല്ലാം ചെയ്യുന്നുണ്ട്, എന്തേ ഉണ്ടാവാത്ത, അല്ലെങ്കിൽ എന്തേ നടക്കാത്തേ, എന്തേ വൈകുന്നേ. അങ്ങനെയല്ല, ഓരോന്നിനോരോ സമയമുണ്ട്. സമയമാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ എല്ലാവരെയും വചനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും തക്ക സമയത്ത് ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരി ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.